വാർത്തകളിലേക്ക് വിശദമായി മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭീതി പരത്തി യൂറോപ്പിൽ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങി. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ 6 സ്ഫോടനമുണ്ടായി. റഷ്യൻ യുദ്ധവിമാനം യുക്രൈൻ വെടിവെച്ചിട്ടതായും റിപ്പോർട്ടുണ്ട്. യുക്രൈൻ അതിർത്തിയിലെ റഷ്യൻ പ്രവിശ്യയിലും സ്ഫോടനങ്ങളുണ്ടായി. യുദ്ധം തുടങ്ങിയതോടെ ആഗോള ഓഹരി വിപണികൾ കൂപ്പുകുത്തി. അസംസ്കൃത എണ്ണയുടെ വില ബാരലിന് $100 മുകളിലെത്തി. ആക്രമണത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അടക്കമുള്ള ലോക നേതാക്കൾ അപലപിച്ചു. യൂറോപ്പിൽ അപകടകരമായ സാഹചര്യമാണെന്നും നിരീക്ഷിച്ചു വരികയാണെന്നും ഇന്ത്യ പ്രതികരിച്ചു. Три, два, один, пуск! വിവരങ്ങളുമായി സരുൺ എ ജോസും സുരേഷ് വെള്ളിമുറ്റവും കെ പി അഭിലാഷും ചേരുകയാണ്. ആദ്യം സരുണിലേക്ക്. സരുൺ, വ്ളാഡിമിർ പുടിന്റെ പ്രഖ്യാപനത്തിന് ശേഷം ഡോൺബാസ് ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് ആദ്യം ആക്രമണം തുടങ്ങിയതെങ്കിലും ഇപ്പോൾ കീവ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന മേഖലകളിൽ പോലും ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? വലിയ ആക്രമണമാണോ നടക്കുന്നത്? ആൾനാശം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? രേണുക, ഈ ഡോൺബാസിലേക്കുള്ള പുടിന്റെ സൈനിക നീക്ക പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെയാണ് കിഴക്കൻ യുക്രൈൻ മേഖലയിൽ ഡോൺബാസിന് തൊട്ടടുത്ത് വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനമുണ്ടായത്. ഇതിന് തൊട്ട് പിന്നാലെ യുക്രൈൻ തലസ്ഥാനമായ കീവിലെ 6 ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. കീവ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്ത് 2 സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. നേരത്തെ വിമത മേഖലയിലേക്കാണ് സൈനിക നീക്കമെന്ന് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ചെങ്കിലും യുക്രൈന്റെ തലസ്ഥാനത്തെ നേരിട്ട് ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പലയിടങ്ങളിലും തുടർച്ചയായ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. തൊട്ടു പിന്നാലെ റഷ്യയുടെ പ്രവിശ്യകളിൽ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കാർക്കിവ് എന്ന യുക്രൈന്റെ മേഖലയിൽ റഷ്യൻ യുദ്ധവിമാനം യുക്രൈൻ സേന വെടിവെച്ചിട്ടതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. ഈ തുറമുഖങ്ങളും യുക്രൈന്റെ തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് റഷ്യ നടത്തുന്നതെന്നാണ് ഏറ്റവും ഒടുവിലായി വരുന്ന വിവരങ്ങൾ. 2 തുറമുഖ നഗരങ്ങളെ റഷ്യൻ വ്യോമസേന ആക്രമിച്ചെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ വിമാനത്താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളും റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. മൂന്നാം ലോക മഹായുദ്ധം എന്ന ഭീതി പരത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടാകുന്നത്. നേരത്തെ ഇന്ന് രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ ഈ യുക്രൈനും അതുപോലെ തന്നെ അമേരിക്കയും ഏത് അടുത്ത മണിക്കൂറുകളിൽ യുദ്ധം ഉണ്ടാകാം എന്നുള്ളൊരു മുന്നറിയിപ്പ് ജനതയ്ക്ക് നൽകുന്നു. ഇതിന് തൊട്ടു പിന്നാലെ യുക്രൈന്റെ അഭ്യർത്ഥന പ്രകാരം UN രക്ഷാ കൗൺസിൽ യോഗം ചേരുന്നു. ഈ യോഗം ചേരുന്നതിന് തൊട്ടു പിന്നാലെയാണ് ആ നിമിഷങ്ങൾക്കാണ് വ്ളാഡിമിർ പുടിൻ ഈ സൈനിക നീക്കം പ്രഖ്യാപിക്കുന്നത്. യുദ്ധത്തിനുള്ള ആഹ്വാനം പുടിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഡോൺബാസിലേക്ക് യുക്രൈന്റെ വിമത മേഖലയായ ഡോൺബാസ് എന്ന് പറയുന്ന മേഖലയിലേക്ക് സൈന്യത്തെ അയക്കുമെന്നാണ് പുടിൻ പ്രഖ്യാപിച്ചത്. നേരത്തെ തന്നെ ഈ യുക്രൈനെ വളഞ്ഞ് റഷ്യൻ സേന തമ്പടിച്ചിരുന്നു. 2 ലക്ഷത്തോളം റഷ്യൻ സൈനികരാണ് യുക്രൈൻ അതിർത്തിയിൽ തമ്പടിച്ചിരുന്നത്. ഇവരോട് ഈ ഡോൺബാസിലേക്ക് ഈ റഷ്യൻ അനുകൂലികൾ ഉള്ള യുക്രൈന്റെ കിഴക്കൻ മേഖലയിലേക്ക് നീങ്ങാനാണ് പുടിൻ ആഹ്വാനം ചെയ്തതെങ്കിലും പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത് യുക്രൈൻ തലസ്ഥാനമായ കീവിനെ നേരിട്ട് ആക്രമിക്കുന്ന റഷ്യയുടെ ഒരു നീക്കമാണ്. ഇവിടെ വ്യോമാക്രമണം ഉണ്ടാകുന്നു, സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. തലസ്ഥാനത്തെ നേരിട്ട് ആക്രമിക്കുന്ന രീതിയിലേക്ക് പുടിന്റെ ഈ ആഹ്വാനം
സൈനികർ നടപ്പാക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. പക്ഷേ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, യൂറോപ്യൻ രാജ്യങ്ങളൊന്നും ഈ ആക്രമണത്തെ അപലപിച്ചല്ലാതെ പുടിനെ തടയാനുള്ള തരത്തിലുള്ള നീക്കങ്ങളൊന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. വൈകാതെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതികരണം ഉണ്ടാകുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചിട്ടുണ്ട്. ഇതുവരെ റഷ്യയുടെ ഈ സൈനിക നീക്കം പ്രഖ്യാപിച്ചതിന് ശേഷം സാമ്പത്തിക ഉപരോധങ്ങൾ മാത്രമാണ് യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെ പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ഇതൊന്നും ഈ പുടിന്റെ ഈ നീക്കത്തെ തടയാൻ പര്യാപ്തമായിരുന്നില്ല. കൂടുതൽ റഷ്യയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ഉപരോധങ്ങൾ വൈകാതെ തന്നെ ഈ ലോകരാജ്യങ്ങൾ പ്രഖ്യാപിച്ചേക്കുമെന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഈ ചൈനയടക്കം റഷ്യയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ ചൈനയുടെ അടക്കമുള്ള പ്രതികരണങ്ങൾ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഏതായാലും റഷ്യയിലും സ്ഫോടനം ഉണ്ടായി എന്ന വാർത്ത വരുന്നു. റോയിട്ടേഴ്സ് അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. യുക്രൈൻ തിരിച്ചടിച്ചു തുടങ്ങി എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കാൻ? രേണുക, യുക്രൈന്റെ അതിർത്തി മേഖലയിലെ റഷ്യൻ പ്രവിശ്യയിലാണ് സ്ഫോടനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യുക്രൈന്റെ ഭാഗത്തുനിന്നുള്ള തിരിച്ചടിയായി വേണം ഇതിനെ വിലയിരുത്താൻ. പക്ഷേ ഇത് യുക്രൈന്റെ ഭാഗത്തുനിന്നുള്ള ആക്രമണമാണോ എന്ന് റഷ്യയോ അതുപോലെ തന്നെ യുക്രൈനോ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ കീവിൽ ആക്രമണം ഉണ്ടായതിന് തൊട്ട് പിന്നാലെയാണ് ഈ റഷ്യൻ പ്രവിശ്യയിൽ ഈ സ്ഫോടനം നടന്നതെന്നാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. മറ്റൊരു കാര്യം, ഈ ഡോൺബാസ്, അതായത് റഷ്യൻ സൈനികർ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഡോൺബാസ് കിഴക്കൻ യുക്രൈൻ്റെ പല മേഖലകളിലും സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. പക്ഷേ ഈ സ്ഫോടനം നടത്തിയത് റഷ്യയുടെ ഭാഗത്തു നിന്നാണോ അതോ യുക്രൈൻ സൈനികർ തന്നെയാണോ എന്നുള്ള സ്ഥിരീകരണങ്ങളും പുറത്തു വരേണ്ടിയിരിക്കുന്നു. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡോൺബാസിലേക്ക് റഷ്യൻ സൈനികർ പ്രവേശിക്കുന്നത് തടഞ്ഞാൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ഈ യുക്രൈൻ സൈനികരോട് ആയുധം വെച്ച് പിന്തിരിയണമെന്ന മുന്നറിയിപ്പും പുടിൻ നൽകിയിരുന്നു. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷങ്ങൾ, നേരിട്ടുള്ള സംഘർഷങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. വ്യോമ ആക്രമണങ്ങൾ മാത്രമാണ് ഈ കിഴക്കൻ യുക്രൈനിലും അതുപോലെ തന്നെ കീവിലുമെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ റഷ്യൻ സൈനികർ ഡോൺബാസ് മേഖലയിലേക്ക് പ്രവേശിച്ചു കടഞ്ഞാൽ ഇവരെ തടയാൻ യുക്രൈൻ്റെ ഭാഗത്തു നിന്നുള്ള സൈനിക ശ്രമങ്ങൾ ഏത് രീതിയിലാകും എന്നത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഇതായിരിക്കും ഏറ്റവും വലിയൊരു രക്തച്ചൊരിച്ചിലിന് തുടക്കമിടുക. ഇപ്പോൾ നേരിട്ടുള്ള യുദ്ധം എന്ന രീതിയിൽ വ്യോമാക്രമണം ആരംഭിച്ചെങ്കിലും സൈനികർ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് ഈ ഡോൺബാസ് പ്രവിശ്യയിലേക്ക് ഈ റഷ്യൻ സൈനികർ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനും കൂടി ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വരും. സരുൺ, ഇപ്പോൾ മേഖലയിലെ സാഹചര്യം എങ്ങനെയാണ് അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുന്നത്? നേരത്തെ മുതൽ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും ഒപ്പം അമേരിക്കയും ഒക്കെ വിഷയത്തിൽ ഇടപെടുകയും അവരുടെ അഭിപ്രായങ്ങൾ പറയുകയുമാണ്. എന്തെങ്കിലും അവിടെ അനിഷ്ടങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അതിന്റെ എല്ലാം ഉത്തരവാദി റഷ്യയായിരിക്കും, പുടിനായിരിക്കും എന്ന പ്രതികരണങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ജോ ബൈഡന്റെ ഭാഗത്തു നിന്നും ഇതിനോടകം വന്നിട്ടുണ്ട്. UN വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യമുണ്ട്. അന്താരാഷ്ട്ര സമൂഹം എങ്ങനെയാണ് ഈ യുദ്ധത്തിലേക്ക് കടന്ന സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? രേണുക, പുടിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ചും റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു സൈനിക നീക്കം അന്താരാഷ്ട്ര സമൂഹം ഏറെക്കുറെ പ്രതീക്ഷിച്ചിരുന്നതാണ്. നേരത്തെ തന്നെ ഡിസംബർ പകുതിയോടെ തന്നെ ഈ റഷ്യ യുക്രൈനിലേക്ക് ഇത്തരത്തിലുള്ളൊരു സൈനിക നീക്കം നടത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിലുള്ള ആരോപണം ആദ്യമായി ഉന്നയിച്ചത് അമേരിക്കയായിരുന്നു. ഇതിനു പിന്നാലെ റഷ്യയുടെ ആയിരക്കണക്കിന് സൈനികരാണ് യുക്രൈൻ അതിർത്തി മേഖലകളിൽ തമ്പടിച്ചിരിക്കുന്നെന്ന റിപ്പോർട്ടുകളാണ് ആദ്യം പുറത്തു വന്നതെങ്കിലും പിന്നീട് ദിവസങ്ങൾ മാറിയപ്പോൾ അത് 10,000 ആകുന്നു. പിന്നീട് ഇപ്പോൾ 2 ലക്ഷത്തിലേറെ റഷ്യൻ സൈനികരാണ് യുക്രൈനെ വളഞ്ഞിരിക്കുന്നത്. ഇവിടെ യുക്രൈൻ പിടിച്ചടക്കുക എന്നത് റഷ്യയുടെ ഉദ്ദേശമല്ലെന്ന് വ്ളാഡിമിർ പുടിൻ തുടർച്ചയായി വ്യക്തമാക്കിയിരുന്നു. ഇവിടെ ഈ വിമത മേഖലകൾ, റഷ്യൻ അനുകൂലികൾ കൂടുതലായുള്ള ഈ കിഴക്കൻ യുക്രൈൻ്റെ മേഖലകളിലെ രക്തച്ചൊരിച്ചിൽ ഇല്ലാതാക്കുക മാത്രമാണ് റഷ്യയുടെ ശ്രമം. അതിനുവേണ്ടിയിട്ടുള്ള സൈനിക സഹായമാണ് നൽകുന്നതെന്നാണ് പുടിൻ വിശദീകരിച്ചിരുന്നത്. ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെയും അമേരിക്ക പറഞ്ഞിരുന്നത് ഏത് നിമിഷവും യുദ്ധത്തിനുള്ളൊരു സാഹചര്യമാണ് പുടിൻ നടത്തുന്നത്, അത് ഏത് നിമിഷവും ഉണ്ടായേക്കാം എന്നുള്ള മുന്നറിയിപ്പാണ് അമേരിക്ക നൽകിയത്. റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള സൈബർ ഹാക്കിംഗ് ആക്രമണം നേരിടാൻ പോലും രാജ്യങ്ങൾ തയ്യാറായിരിക്കണമെന്ന മുന്നറിയിപ്പും അമേരിക്ക നൽകിയിരുന്നു. പക്ഷേ ഈ ഘട്ടങ്ങളിലെല്ലാം സമാധാനം പാലിക്കും, യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകരുത്, ഇത് പരിഹരിക്കാനുള്ള ഇടപെടൽ വേണമെന്നുള്ളൊരു അഭ്യർത്ഥനയാണ് യുക്രൈൻ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നടത്തിയത്. യുക്രൈൻ്റെ അഭ്യർത്ഥന മാനിച്ച് കഴിഞ്ഞ ഈ തുടർച്ചയായ 2ാമത്തെ തവണയാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ യോഗം ചേരുന്നത്. ഇന്ന് ഈ അടിയന്തര യോഗം ചേരുന്ന ചേർന്ന് കഴിഞ്ഞ ഉടൻ തന്നെയാണ് വ്ളാഡിമിർ പുടിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു സൈനിക നടപടിക്ക് ഉത്തരവ് പുറത്തിറങ്ങുന്നത്. ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഏറെക്കുറെ അപ്രതീക്ഷിതമായിട്ടൊന്നുമല്ല ഈ കാര്യങ്ങളെ കണ്ടത്. കാരണം ഇത് ഏറെക്കുറെ പ്രതീക്ഷിച്ചിരുന്ന സംഭവമാണ്. റഷ്യയെതിരെ വിശദീകരിക്കുന്നത് അവിടെയുള്ള രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ യുദ്ധത്തിലേക്ക് മാറുകയാണെങ്കിൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം യുക്രൈൻ ആയിരിക്കുമെന്ന പ്രതികരണമാണ് റഷ്യ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ നടത്തിയത്. പക്ഷേ നേരത്തെ ഈ യുക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കിയുടേതായുള്ള പ്രതികരണം പുറത്തു വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് അവസാന നിമിഷം വരെ, അവസാന മണിക്കൂറിലും
പുടിനുമായി നേരിട്ട് സംസാരിക്കാൻ താൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അത്തരത്തിലൊരു നീക്കം നടത്തിയപ്പോൾ പുടിന്റെ ഭാഗത്തു നിന്ന് സഹകരണം ലഭിച്ചില്ലെന്നുള്ള പ്രതികരണമാണ് യുക്രൈൻ പ്രസിഡന്റ് നൽകിയിരിക്കുന്നത്. ഏതായാലും കാലേക്കുട്ടി നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച തരത്തിലുള്ള ആക്രമണമാണ് റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം. രേണുക.